السلام عليكم ورحمة الله وبركاته. الحمد لله الكريم المعبود والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തുൽ അംബിയായിലെ 11-12 വചനങ്ങളാണ് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിനെ തുടർന്നുള്ള ശേഷമുള്ള കുറച്ച് ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالوا يا ويلنا إنا كنا ظالمين. قالوا يا ويلنا إنا كنا ظالمين. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. وما خلقنا السماء والأرض وما بينهما لاعبين. وما خلقنا السماء والأرض وما بينهما لاعبين. لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين. അതിൽ കുറച്ചുകൂടി നൂനിന് പിന്നെ മണിക്കേണ്ട ഭാഗങ്ങളുണ്ട്, ഉന്നത്ത് കൊടുക്കേണ്ട ഭാഗങ്ങളുണ്ട്. ഇപ്പം പിന്നെ കുന്ന അവിടെ ഇഖ്ഫാ ചെയ്തുകൊണ്ട് ഉച്ചരിക്കേണ്ട ഭാഗമാണ് കുന്ന. അതുപോലെ ഇദ്ഗാം ബിലാഉന്ന, ഉന്നത്തില്ലാതെ മണിക്കാതെ പറയേണ്ട നൂനിന്റെ ഭാഗമാണ് മില്ലദുന്ന. അവിടെ മില്ലദുന്ന എന്ന് പറയാനും പാടില്ല, ലദുന്ന എന്ന് അവിടെ പറയാനും പാടില്ല. എന്ന ശേഷമുള്ള സ്ഥലത്ത് കുന്ന എന്ന് തന്നെ പറയും വേണം. ലൗ അറദ്നാ അൻ നത്തഖിദ ലഹ്വൻ ലത്തഖദ്നാഹു. ലത്തഖദ്നാഹു മിൻ ലദുന്നാ ഇൻ കുന്നാ ഫാഇലീൻ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അല്ലാഹു തആലയുടെ ശിക്ഷയുമായി ബന്ധപ്പെട്ട വചനങ്ങളാണ് ഇവിടെ 2-3-4 വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നതൊക്കെയും ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് പ്രബോധിത സമൂഹം മക്കക്കാർ അതിരൂക്ഷമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മർദ്ദിക്കുകയും പ്രവാചകനെതിരിൽ ഗൂഢാലോചനകൾ നടത്തുകയും
കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഘട്ടത്തിൽ അവിടെ താക്കീദിന്റെ സ്വരത്തോടുകൂടി, ഭീഷണിയുടെ സ്വരത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വചനങ്ങൾ ഇറക്കി കൊടുക്കുന്നതായാണ് നമ്മൾ കണ്ടത്. അവിടെ ഒരു ശിക്ഷയുടെ സ്വരം അല്ലാഹു പറയുന്നുമുണ്ട്. ഇതിനു മുമ്പ് ഒരുപാട് ജനതകളെ നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവരൊക്കെയും പ്രബോധനത്തിൽ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞ ആളുകളായിരുന്നു. അവർക്ക് ശിക്ഷ വന്ന സന്ദർഭത്തിൽ ആ ശിക്ഷയിൽ നിന്നും അവർക്ക് കുതറി മാറാനോ രക്ഷപ്പെടാനോ സാധിച്ചില്ല. അവരോട് ശിക്ഷയുടെ ഘട്ടത്തിൽ പറയപ്പെട്ടത്, നിങ്ങൾ ഒരുക്കി വെച്ച വാസസ്ഥലത്തിലേക്കും നിങ്ങൾ ഒരുക്കി വെച്ച ഭവനങ്ങളും അതൊക്കെ അനശ്വരമാണ് എന്നാണല്ലോ നിങ്ങൾ കരുതിയത്. ആ അനശ്വരമായി നിങ്ങൾ കരുതിയതിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളൂ എന്ന് അവരോട് കളിയാക്കലിന്റെ സ്വരത്തിൽ പരിഹാസ രൂപേണ പറയപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഈ ലോകത്ത് അല്ലാഹു നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നീട്ടിക്കൊടുക്കും. ഈ ദുനിയാവിൽ ശിക്ഷകൾ ഉടനടി നൽകാതെ സമയം നീട്ടിയിട്ട് കൊടുക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഹദീസ് അത് നമ്മൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് ഒന്നടങ്കം എല്ലാവരെയും ബാധിക്കുന്ന രൂപത്തിലുള്ളൊരു ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയില്ല. എന്നാൽ മുമ്പുള്ള പ്രവാചകന്മാരിലേക്ക് ആ രൂപത്തിലുള്ള ശിക്ഷകൾ വന്നിറങ്ങിയിട്ടുണ്ട്. അവരുടെ സമൂഹത്തിലേക്ക് അവരെ ഒന്നടങ്കം നശിപ്പിച്ചു കളയുന്ന ഒരാൾ പോലും അവരിൽ നിന്നും ബാക്കിയാകാത്ത രൂപത്തിൽ അതിശക്തമായ ശിക്ഷ നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, തൗറാത്ത് ഇറങ്ങിയതിനു ശേഷം, അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് തൗറാത്ത് അള്ളാഹു ഇറക്കി കൊടുത്തതിന് ശേഷം പിന്നീട് അത്തരത്തിലുള്ളൊരു ശിക്ഷാ നടപടി ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടില്ല ശിക്ഷയായിക്കൊണ്ട് എന്നുള്ളതാണ്. അതിന്റെ ഹദീസ് നമ്മൾ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് അതുമായി സംബന്ധമായി പറഞ്ഞിരുന്നു. എന്നാൽ ഒരു ശിക്ഷ ഇറക്കപ്പെട്ടിരുന്നു, കുരങ്ങുകളാക്കി രൂപമാറ്റം ചെയ്യപ്പെട്ട ആ ശിക്ഷയൊഴികെ അതല്ലാത്തൊരു ശിക്ഷ, മറ്റൊരു ശിക്ഷ തൗറാത്തിന് ശേഷം ഇറങ്ങിയിട്ടില്ല. ഈ ഒരു പറയപ്പെട്ട ശിക്ഷ മാത്രം അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്നുള്ളതാണ്. അതല്ലാത്തൊരു ശിക്ഷ പിന്നീട് ഇറക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇനി മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് കാര്യങ്ങൾ കാലാകാലങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത് വല്ല അത്ഭുതവും കാണിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് അവർ കേട്ടറിഞ്ഞ പ്രവാചക കഥകളെല്ലാം അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന ഘട്ടത്തിൽ അവർക്ക് മക്കയോട് ചേർന്ന് അന്നത്തെ അറേബ്യൻ ഉപദ്വീപിൽ അവർക്ക് ബന്ധമുള്ളത് യഹൂദികളെ പരിചയമുണ്ട്, വേദഗ്രന്ഥം നൽകപ്പെട്ട നസാറാക്കളെ പരിചയമുണ്ട്. അവർക്ക് ഒരു ഇടയിൽ മക്കക്കാർ കഴിഞ്ഞുകൂടുന്നത് ഒരു മിശ്രിതമായ ഒരു സമൂഹത്തിലാണ് ആ കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് വേദക്കാരിലേക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടിട്ടും നിങ്ങളുടെ കാര്യങ്ങളിൽ തർക്കങ്ങൾ ഉടലെടുക്കുമ്പോൾ ന്യായ അന്യായങ്ങൾ തീരുമാനിക്കാൻ ഒരു പ്രവാചകൻ ഉണ്ടായിട്ടും എന്തിനാണ് നിങ്ങൾ വേദക്കാരിലേക്ക് പോകുന്നത് എന്നൊക്കെയുള്ള ഖുർആന്റെ പരാമർശങ്ങൾ അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ അത് സംബന്ധമായി വല്ല സംശയമുണ്ടെങ്കിൽ മുമ്പ് പ്രവാചകന്മാർ അയക്കപ്പെട്ട സമൂഹമാണല്ലോ വേദക്കാർ, ആ വേദക്കാരോട് ചോദിച്ചു നോക്കൂ. ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ ഖുർആനിൽ കാണാൻ സാധിക്കും. അതൊക്കെയും അവർ കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് വേദക്കാരാൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു സമൂഹമാണ്. അവർ ആ അറേബ്യൻ മണ്ണിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട്. കാരണം അവരുടെ വേദങ്ങളിൽ അവർ പറഞ്ഞ ഒരു പ്രവാചകൻ, ഇനിയൊരു പ്രവാചകന്റെ ആഗമനം അത് പറയപ്പെട്ടത് ഈ നാട്ടിൽ നിന്നാണ്. അതിന് ലക്ഷണമൊത്ത നാട്ടിൽ അവർ പോയി താമസിച്ചു എന്നുള്ളതാണ് ജൂത നസ്വാറാക്കളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിരുന്നത്. അവർ പ്രതീക്ഷിച്ചിരുന്നു അത്തരം ഒരു നാട്ടിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന് ഒരു പ്രവാചകൻ വരും എന്നായിരുന്നു അവർ കരുതിയിരുന്നത് എന്നുള്ളതാണ്. ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കക്കാർ ചോദിച്ചിരുന്ന ഒരു ചോദ്യം. ഖാലത്ത് ഖുറൈശുൻ ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഉദ്ഉ ലനാ റബ്ബക്, താങ്കൾ താങ്കളുടെ രക്ഷിതാവിനോട് റബ്ബിനോട് പ്രാർത്ഥിക്കണം. യജ്അൽ ലനാ അസ്ഫ ദഹബൻ,
ഞങ്ങൾക്ക് ഈ സഫ കുന്ന്, ഈ സഫ എന്ന് പറയുന്ന മല, അത് മുഴുവനായും സ്വർണ്ണ നിർമ്മിതമാക്കി തരണം. ഫഇൻ അസ്ബഹ ദഹബൻ ഇത്തബഅനാക, ആ സഫാ പർവ്വതം മുഴുവൻ സ്വർണമായി കണ്ടാൽ ഇത്തബഅനാക, തീർച്ചയായും ഞങ്ങൾ താങ്കളെ പിൻപറ്റാൻ തയ്യാറാണ്. ഫദഅ റബ്ബഹു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഫഅതാഹു ജിബ്രീൽ അലൈഹിസ്സലാം, അല്പസമയം കഴിഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വാനലോകത്തിൽ നിന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് വന്നു. ഫഖാൽ ഇന്ന റബ്ബക യുഖ്രിയുക അസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ് അള്ളാഹുവിന്റെ റബ്ബിന്റെ പക്കൽ നിന്നുള്ള സമാധാനം അങ്ങയുടെ മേൽ അറിയിച്ചിട്ടുണ്ട്, സലാം അറിയിച്ചിട്ടുണ്ട്. ഇൻ ശിഅത അസ്ബഹ ലഹുമുസ് സഫ ദഹബൻ, താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ സഫ പർവ്വതം അവർക്ക് സ്വർണമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിവർത്തിപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു തയ്യാറാണ്. ഫമൻ കഫറ മിൻഹും അദബതുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. എന്താണ് കണ്ടീഷൻ? ഫമൻ കഫറ മിൻഹും, ആ കാഴ്ച കണ്ടതിനു ശേഷം, ആ അത്ഭുതകരമായ ആ ഒരു കാഴ്ച, മുഅ്ജിസത്ത്, അത് പ്രകടമായതിനു ശേഷം, ഫമൻ കഫറ മിൻഹും, അവരിൽ നിന്നും ഒരാൾ പോലും അത് നിഷേധിക്കുന്ന, അത് സത്യസന്ധമായി ആ പ്രവാചകത്വത്തിൽ വിശ്വസിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അദബതുഹു അദാബൻ ലാ ഉഅദ്ദിബുഹു അഹദൻ മിനൽ ആലമീൻ, ഇന്ന് ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് വരെ ശിക്ഷിച്ചിട്ടില്ലാത്ത രൂപത്തിലായിരിക്കും അവർക്ക് ശിക്ഷ വന്നെത്തുക. അവർ ചോദിച്ചത് ആ രൂപത്തിലുള്ള ഒരു ശിക്ഷയാണ്, ആ രൂപത്തിലുള്ള ഒരു വമ്പിച്ച ദൃഷ്ടാന്തമാണ് അള്ളാഹുവിനോട് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവരെ കണ്ണു തുറപ്പിക്കാൻ മാത്രമുള്ള ദൃഷ്ടാന്തമാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ദൃഷ്ടാന്തം ആവശ്യപ്പെട്ട നിലക്ക് അള്ളാഹു കാണിച്ചു കൊടുത്താൽ പിന്നീട് ഒരാൾ പോലും അതിൽ അവിശ്വസിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നുവെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാം. വഇൻ ശിഅത, അതല്ല താങ്കൾ ഉദ്ദേശിക്കുന്നത്, ഫതഹതു ലഹും ബാബ തൗബതി വൽ മഗ്ഫിറ വർ റഹ്മ, അവർക്ക് പശ്ചാത്താപത്തിന്റെയും കാരുണ്യത്തിന്റെയും കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു നൽകാനാണെങ്കിൽ, അവർക്ക് സമയം നീട്ടിയിട്ട് കൊടുക്കാനാണെങ്കിൽ, അവർക്ക് അവധി കൊടുക്കാനാണ് താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആ രൂപത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയിരിക്കുന്നു. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിക്കൊണ്ട് ആകാശ ലോകത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം തന്റെ പ്രബോധിത സമൂഹത്തോട് സ്നേഹമുള്ള പ്രവാചകനാണ്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന ഗഫൂറുർ റഹീം, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം എന്നാണ് പ്രവാചകനെ കുറിച്ച് ഖുർആനിൽ കാണാം. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് ഏറ്റവും അധികം കാരുണ്യമുള്ള ആളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാമല്ലോ, എന്നെ കാണാത്ത ഒരു സമൂഹം ഇനി ഇവിടെ കടന്നു വരാനുണ്ട്. അവരെന്നോട് വളരെയധികം സ്നേഹമുള്ള ആളുകളായിരിക്കും, അവരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ പറ്റും. അതാരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ ആ പ്രവാചകനെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു സമൂഹം, അവരെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു, കാത്തിരിക്കും, അവരെ ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കും എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും. അത്രയധികം പ്രബോധിത സമൂഹത്തോട് സ്നേഹവും കാരുണ്യവും ഉള്ള ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞത്, സ്വന്തം കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവനവന്റെ സ്വന്തം കാര്യത്തിലാണെങ്കിൽ റസൂലുള്ള വിട്ടുവീഴ്ച ചെയ്തിരുന്നു. എന്ത് കാര്യത്തിലായിരുന്നാലും റസൂലുള്ളാഹിനോട് ചെയ്ത ഒരക്രമത്തിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം കാര്യത്തിൽ ഒരിക്കലും പ്രതികാര നടപടി എടുത്തിരുന്നില്ല. റസൂലുള്ളാഹിയുടെ രോഷമുണ്ടായിരുന്നത്, കോപമുണ്ടായിരുന്നത് അത് ദീനിന്റെ പേരിലായിരുന്നു. ദീനിന്റെ കാര്യത്തിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോപിച്ചിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ബൽ ബാബ തൗബതി വർ റഹ്മ, കാരുണ്യത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും അവസരം, ആ അവസരം മതി, അതിന്റെ കവാടം തുറന്നു കിട്ടിയാൽ മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയത്.
കാരണം മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പും അവർ പലതും ചോദിച്ചിട്ടുണ്ട്. റസൂലുള്ള മിഅ്റാജ് യാത്ര, ഇസ്രാ മിഅ്റാജ് യാത്ര പോയപ്പോൾ ഒരു മാസത്തെ വഴിദൂരമാണ് ശരാശരി. ഇപ്പോൾ നമ്മൾ ശരാശരി ഒരു ഒട്ടകത്തിന്റെ സഞ്ചാരം, അതിന്റെ വിശ്രമവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഒരു ഒട്ടകത്തിന് ശരാശരി സഞ്ചരിക്കാനുള്ളൊരു ദൂരപരിധി എന്ന് പറയുന്നത് ഒരു 85 കിലോമീറ്ററാണ്. അത്രയാണ് ശരാശരി ഒരു ഒട്ടകത്തിന് വിശ്രമമെടുത്ത് ഒക്കെ സഞ്ചരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പിന്നീട് ഖസ്റിന്റെ പരിധി പറഞ്ഞപ്പോൾ അവർ ഒരു ഒട്ടകത്തിന് ഒരു ദിവസം യാത്ര സാധ്യമായത് എന്നുള്ള അടിസ്ഥാനം അവിടെയാണ് സ്വീകരിച്ചത്. ഒരു ഒട്ടകത്തിന് ഒരു ദിവസം പൂർണ്ണമായി സഞ്ചരിച്ചെത്താൻ കഴിയാവുന്ന പരമാവധി ദൂരം, ആ ദൂരമാണ് ശരാശരി ഒരു 85 കിലോമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഖസ്റിന്റെ ഒരു ചുരുക്കി നമസ്കരിക്കാൻ എത്ര സമയം കഴിയണം, അല്ലെങ്കിൽ എത്ര പരിധി കഴിയണം. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഓരോ നാടിനും ഇന്നത്തെ സാഹചര്യത്തിൽ പണ്ടത്തേതുപോലെയല്ല അല്ലെ. പണ്ട് അവർ മൃഗങ്ങളെയാണ് യാത്രാ വാഹനങ്ങളായി സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ യാത്രാ രീതിയും ക്ലേശവുമല്ല ഇന്ന് നമ്മൾ സുഖസുന്ദരമായി AC ഒക്കെ ഇട്ട ഒരു കാറിൽ പോയാൽ ഉണ്ടാകുന്നത്. എന്നിരുന്നാൽ പോലും അതിനിടയിൽ നമ്മുടെ നാട് എന്ന് പറയാവുന്ന ഒരു ദൂരപരിധി അത് വിട്ടുകിടന്നാൽ, നമ്മുടെ നാട് എന്ന് പറയുന്ന യാത്രയായി നാട്ടിൽ പരിഗണിക്കുന്ന ഒരു യാത്ര, ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു കുന്നംകുളത്ത് പോകുന്നതിന് നമ്മൾ യാത്ര എന്ന് പറയാറുണ്ടോ? ഇല്ല. അപ്പൊ അതത് നാട്ടിൽ ഒരു യാത്രയായി പരിഗണിക്കാവുന്ന ദൂരം താണ്ടിക്കിടന്നാൽ, ശരാശരി അങ്ങനെ പരിഗണിക്കാവുന്ന ഒരു ദൂരം താണ്ടിക്കിടന്നാൽ, ഒരു യാത്രയായി കൊണ്ട് കാണുന്ന ദൂരം എത്തിക്കഴിഞ്ഞാൽ, ആ യാത്ര എന്ന നാട്ടിൽ എങ്ങനെയാണോ പറയുക, ഉറഫ് പ്രകാരം എങ്ങനെയാണോ കണക്കാക്കപ്പെടുന്നത്, അതിന് തത്തുല്യമായ രൂപത്തിൽ ആ ഇളവിനെ സ്വീകരിക്കാം എന്നുള്ളിടത്താണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അവിടെ കിലോമീറ്റർ പറയുന്നതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തിയില്ല എന്നുള്ളത്. ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് കണക്കാക്കണമെങ്കിൽ, പണ്ഡിതന്മാരുടെ ആ അഭിപ്രായ പ്രകാരം കണക്കാക്കണമെങ്കിൽ ഒരു 10-90 കിലോമീറ്റർ അപ്പുറം കഴിഞ്ഞ് ഖസ്റിനെ ചുരുക്കി നമസ്കരിക്കാനുള്ള ഇളവ് സ്വീകരിക്കാമെങ്കിൽ അതിലും തെറ്റില്ല എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മസ്അലയാണത്. സ്വാഭാവികമായും ഇജ്തിഹാദിയായ ഗവേഷണപരമായ ഒരു മസ്അലയാണ്, ഒരു വിഷയമാണ് അത് എന്ന് പറയും. ശരി, ഏതായിരുന്നാലും ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ്, ഇസ്രാ മിഅ്റാജ് യാത്രയിൽ, ആ യാത്ര പോയപ്പോൾ അവർ ഒരു മാസത്തെ വഴി ദൂരമുണ്ട് എവിടേക്ക്, അവിടെ നിന്നാണ് പോയതല്ലേ, ഒരു മാസത്തെ വഴി ദൂരമുണ്ട് ഷാമിലേക്ക്. ആ ഷാമിൽ ഒരു രാത്രി കൊണ്ട് പോയി വന്നു എന്നാണ് അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്. സിറിയയിലേക്ക്, ഷാമിലേക്ക്, അതായത് ഫലസ്തീൻ അടങ്ങുന്ന ആ മണ്ണിലേക്ക് അവർ പോയി വന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആകാശാരോഹണം അവർക്ക് അതിനും താങ്ങാൻ കഴിയാത്ത ഒന്നാണ്. അപ്പൊ ഈ ലോകത്ത് തന്നെ, ഈ ഭൂമിയിൽ തന്നെ നിശ്ചിത പരിധി ഒറ്റ രാത്രി കൊണ്ട് പോയി വന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ റസൂൽ തന്നെ ടെസ്റ്റ് ചെയ്തു അവർ. കാരണം അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വിശ്വാസമായില്ല. അവരിൽ ഷാം കണ്ടവരും ഒക്കെ ഉള്ള ആളുകൾ, ആ ആളുകളെ കൊണ്ടുവന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ചോദിക്കണം, എങ്ങനെയാണ് അതിന്റെ ഇന്ന ഭാഗങ്ങൾ, ഇന്ന രൂപങ്ങളൊക്കെ അവർ ചോദിച്ചറിയണം. ആ നാടിനെ കുറിച്ച്, ആ വഴിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീ മുഖേന അതൊക്കെ കാണിക്കപ്പെട്ടു എന്നുള്ളതാണ്. അവർ ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം മറുപടിയായിക്കൊണ്ട് ആ ഭാഗങ്ങളൊക്കെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കാണിച്ചു കൊടുത്തു എന്നുള്ളത്. അപ്പൊ ഇതൊന്നും കണ്ടിട്ട് അവർ വിശ്വസിച്ചിട്ടില്ല. അതിന് തൃപ്തികരമായ ഒരു മറുപടി പറഞ്ഞിട്ടും അവർ വിശ്വസിച്ചിട്ടില്ല. അവർ ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു കച്ചവട സംഘം പുറപ്പെട്ടു പോയിട്ടുണ്ട് ഷാമിലേക്ക്. അവരുടെ സ്ഥിതിഗതികളെക്കുറിച്ച്, ആ കച്ചവട സംഘത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച്, അതിന്റെ ആളുകളുടെ എണ്ണത്തെക്കുറിച്ച്, അതിന്റെ വലുപ്പത്തെക്കുറിച്ചൊക്കെ അവർ ചോദിച്ചു. അതിനൊക്കെയും തൃപ്തികരമായ മറുപടി റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി ഉത്തരം മുട്ടെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. അതിനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. അവർക്ക് തിരിച്ച് വിശ്വസിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ലാത്ത ഘട്ടത്തിലും അവർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇത് പ്രവാചകൻ അറിയാം.
ആ മക്കയിലുണ്ടായിരുന്ന ആളുകളുടെ നിഷേധത്തെക്കുറിച്ച് പ്രവാചകന് അറിയാവുന്നത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആവശ്യപ്പെടാതിരുന്നത്. മറ്റൊന്ന്, ചന്ദ്രനെ പിളർത്തി കാണിക്കാൻ ഒരു സമയത്ത് മക്കക്കാർ ആവശ്യപ്പെട്ടിരുന്നു, അല്ലെ? ചന്ദ്രനെ പിളർത്തി രണ്ടും രണ്ടായി കൊണ്ട് കാണിക്കപ്പെട്ടു അവർക്ക്. സൂറത്ത് റൂമിന്റെ തുടക്കവചനങ്ങൾ, 30-ാം അധ്യായം സൂറത്ത് റൂമിന്റെ തുടക്ക ആയത്ത്. അന്ത്യനാൾ അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. ഇതിലും വലിയ ഒരു അത്ഭുത ദൃഷ്ടാന്തം മറ്റെന്താണുള്ളത്? ചന്ദ്രന്റെ രണ്ട് കഷ്ണമായി രണ്ടും രണ്ട് വ്യത്യസ്ത ദിശകളിൽ അവർക്ക് കാണിക്കപ്പെട്ടു. അവരൊക്കെയും കണ്ണു തള്ളിപ്പോകുന്ന മാത്രയിൽ അവർക്കെല്ലാവർക്കും കാണാൻ പറ്റാവുന്ന രൂപത്തിൽ തന്നെ അത് രണ്ടും രണ്ടാക്കി കാണിക്കപ്പെട്ടു. അവർ ചോദിച്ച ദൃഷ്ടാന്തം അവർക്ക് നൽകപ്പെട്ടു, പക്ഷെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൃഷ്ടാന്തവും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പൊ അവർ പറഞ്ഞെന്താ? ഇതൊക്കെ മുഹമ്മദിന്റെ കൺകെട്ടാണ്, ജാലവിദ്യയാണ്, മാജിക്കാണ്. ഇതൊക്കെയും മുഹമ്മദിന്റെ ജാലവിദ്യയാണ്, നമ്മളെ വശീകരിക്കാൻ മാത്രം അവന് പോന്നിരിക്കുന്നു എന്നൊക്കെയുള്ള രൂപത്തിലാണ് അവർ പ്രതികരിച്ചത് എന്നുള്ളതാണ്. അപ്പൊ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചോദിക്കുന്ന ചോദ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരം ഒരു അനുവാദം അള്ളാഹുവിനോട് ചോദിച്ചാൽ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് പാത്രീഭൂതരായി തീരും എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിലുള്ള ഒരു ദൃഷ്ടാന്തം കാണിക്കപ്പെടേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. അവർക്ക് സമയം കൂടുതൽ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചതും അതുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഇനി മാത്രവുമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നടങ്കം നശിപ്പിക്കുകയില്ല എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കുള്ള സംരക്ഷണമാണ് എന്നുള്ളതും പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി ഈ ഉമ്മത്തിനുള്ള സംരക്ഷണമാണ് എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തൗറാത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്, പ്രവാചകന്റെ സ്വഹാബിമാരെ കുറിച്ച് തൗറാത്തിൽ മുൻ വേദങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ആ വേദങ്ങളിൽ കാണപ്പെടുമോ എന്നുള്ളത് വേറെ വിഷയമാണ്. അപ്പോ തൗറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച ഒരുപാട് കാര്യങ്ങൾ ഹദീസുകളിൽ ഈ വിഷയകരമായി നമുക്കൊരു ഹദീസ് കാണാം. അതാ ഇബ്നു യസാർ റഹിമഹുല്ലാഹ് താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ധാരാളമായി തൗറാത്തിൽ നിന്ന് വായിച്ചിരുന്ന ഒരു സ്വഹാബിയാണ്. തൗറാത്തിൽ നിന്ന് ധാരാളമായി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിരുന്ന ഒരു സ്വഹാബിയാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. അതാ ഇബ്നു യസാർ റഹിമഹുല്ലാഹ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, പിന്നെ താങ്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തൗറാത്തിൽ പറയപ്പെട്ട കുറച്ച് വിശേഷണങ്ങൾ പറഞ്ഞു തരണം. തൗറാത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവിടെ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്, ഖുർആനിലേതിന് സമാനമായ ഒരുപാട് ആശയത്തിൽ മഅനയിൽ അതിന്റെ ആശയത്തിൽ തൗറാത്തിൽ പ്രവാചകനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതുകയാണ്, യാ അയ്യുഹൻ നബിയു, അല്ലയോ പ്രവാചകരെ നബിയെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ, താങ്കളെ നാം ഷാഹിദായിക്കൊണ്ട് അയച്ചിരിക്കുന്നു, മുബശ്ശിറായിക്കൊണ്ട് അയച്ചിരിക്കുന്നു, നദീറായിക്കൊണ്ട് അയച്ചിരിക്കുന്നു. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി നിൽക്കുന്നവനായിക്കൊണ്ട് അള്ളാഹു അയച്ചിരിക്കുന്നു. എന്തിന് സാക്ഷി? അള്ളാഹു ഈ ഉമ്മത്തിന് ദിവ്യ സന്ദേശം എത്തിച്ചു കൊടുത്തു, അള്ളാഹുവിന്റെ പാത കാണിച്ചു കൊടുത്തു എന്നുള്ളതിനുള്ള തെളിവായിക്കൊണ്ട്, സാക്ഷിയായിക്കൊണ്ട്. അതല്ലെങ്കിൽ പൂർവിക വേദഗ്രന്ഥങ്ങളെ സത്യപ്പെടുത്തുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പുള്ള സമൂഹത്തെ അള്ളാഹു പ്രവാചകന്മാരാൽ അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. അതിനെ സത്യപ്പെടുത്തുന്ന, അതിന് സാക്ഷി നിൽക്കുന്ന, സാക്ഷിയായിക്കൊണ്ട്, തെളിവായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു, അയച്ചിരിക്കുന്നു. അതുപോലെ സന്തോഷ വർത്തമാനങ്ങൾ, പരലോക ജീവിതവുമായി ബന്ധപ്പെട്ട, മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട സന്തോഷ വർത്തമാനങ്ങൾ അറിയിക്കുന്ന ദൈവദൂതനായി, വനദീറൻ, താക്കീതുകാരനായി കൊണ്ട് താങ്കളെ അറിയിച്ചിരിക്കുന്നു. ഇതിനു സമാനമായ ഒരുപാട് ആശയങ്ങൾ നബിയെ സംബന്ധിച്ച് തൗറാത്തിൽ വന്നിട്ടുണ്ട് എന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ അവിടെ പ്രത്യേകമായിക്കൊണ്ട് ഒരു പ്രയോഗം കൂടി അധികം കാണാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ അവിടെ പിന്നീട് ആ ഹദീസിൽ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം പിന്നീട് പറയുന്നത്, വഹിർസൻ ലിൽ ഉമ്മിയീൻ,
നിരക്ഷരരായ പ്രവാചകന്റെ പ്രബോധിത സമൂഹത്തിന് നിരക്ഷരരായ അക്ഷരാഭ്യാസമില്ലാത്ത വായന അറിയാത്ത എഴുത്തറിയാത്ത ആ സമൂഹത്തിന് ഹിർസൻ സംരക്ഷണമായിക്കൊണ്ടു. അപ്പൊ എന്താണ് അക്ഷരാഭ്യാസമില്ലാത്ത വായിക്കാനോ എഴുതാനോ അറിയാത്ത ആ സമൂഹത്തിന്റെ സംരക്ഷകനായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചിരിക്കുന്നു എന്ന് തൗറാത്തിൽ പറയപ്പെട്ട ആ കാര്യം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. വഹിർസൻ ലിൽ ഉമ്മിയീൻ അന്നഹു മിൻ ജുംലത്തി സിഫാത്തിൽ മദ്കൂറ ഫി തൗറാത്ത് അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ഹിഫ്ളൻ ലി ഉമ്മത്തിഹി മിൻ അദാബിൽ ഇസ്തിസാൽ. അഥവാ മുൻകാലക്കാർക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത അദാബുൽ ഇസ്തിസാൽ. ഇസ്തിസാൽ എന്ന് പറഞ്ഞാൽ മൊരടടക്കം നശിപ്പിക്കുക എന്നുള്ളതാണ്. പൂർണ്ണമായുമുള്ള നാശം എന്നാണ് ഇസ്തിസാൽ എന്ന വാക്കിന്റെ അർത്ഥം. ഒരു മരത്തിന്റെ വേരിങ്ങനെ പൂർണ്ണമായി ഇങ്ങനെ പിഴുതെടുത്ത് നശിപ്പിച്ച് കളയുന്നതിനെയാണ് ആ വാക്ക് അന്വർത്ഥമാക്കുന്നത്. ആ രൂപത്തിൽ പൂർണ്ണമായ ശിക്ഷ. അപ്പൊ ഈ രൂപത്തിൽ പൂർണ്ണമായി മുൻകാല സമൂഹത്തിന് ഇറക്കപ്പെട്ട ശിക്ഷയിൽ നിന്നുമുള്ള സംരക്ഷകനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എവിടെ പറയപ്പെട്ടിട്ടുണ്ട്? തൗറാത്തിൽ നബിയെക്കുറിച്ച്, നബിയുടെ വിശേഷണങ്ങൾ ഒരുപാട് പറയുന്ന കൂട്ടത്തിൽ ആ ഹദീസിൽ വീണ്ടും തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കാണാൻ കഴിയും. അപ്പോ ഈ കാര്യങ്ങൾ തൗറാത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് അതാ ഇബ്നു യസാർ റഹിമഹുള്ളയോട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഹിർസ് കൊണ്ട് ഉദ്ദേശം മുൻകാലക്കാർക്കുള്ള സമൂഹത്തിന് ഇറക്കപ്പെട്ട ശിക്ഷയിൽ നിന്ന് ശിക്ഷ ലഭിച്ചതുപോലെ ഈ ഉമ്മത്തിനൊരു ശിക്ഷ ഉണ്ടാവൂല. ഈ ഉമ്മത്തിന് അത്തരം ശിക്ഷ വരാതിരിക്കാനുള്ള ഒരു സംരക്ഷണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് നബിയുടെ വിശേഷണമായി കൊണ്ട് തൗറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിരക്ഷരന്മാർ എന്ന അറബികളെ കുറിച്ച് പറഞ്ഞത് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും അറബികളും അവർ അക്ഷരാഭ്യാസമുള്ള ഇല്ലാത്ത ആളുകളായിരുന്നു. എഴുത്തും വായനയും ഒന്നും അറിയാത്ത ആളുകളായിരുന്നു മഹാഭൂരിപക്ഷവും. ആ ഭൂരിപക്ഷത്തെ പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, നിരക്ഷരന്മാർ എന്ന് സൂചിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന്, പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻപുണ്ടായിരുന്ന തൗറാത്തിന് മുമ്പുണ്ടായിരുന്ന സമൂഹത്തിന് അല്ലാഹു ശിക്ഷ ഇറക്കിയതിന് പകരമായിക്കൊണ്ട് പിന്നീടുള്ള സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധത്തിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയായിക്കൊണ്ട് അത് നൽകി എന്നുള്ളതാണ്. വിശ്വാസികളുമായുള്ള യുദ്ധത്തിൽ തന്നെ അവരുടെ നിഷേധത്തിനുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ ശിക്ഷ വിധിച്ചത് വിശ്വാസികളുമായുള്ള സംഘട്ടനത്തിൽ, പോരാട്ടത്തിൽ ഈ നിഷേധത്തിനൊക്കെ ഉള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ നൽകുന്നു എന്നുള്ളതാണ്. മുമ്പുണ്ടായിരുന്ന ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിച്ച് എല്ലാവർക്കും കൊടുത്തിരുന്ന നിഷേധത്തിനുള്ള ശിക്ഷ ആ രൂപത്തിൽ ഇറക്കാതെ വിശ്വാസികളുമായുള്ള യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശിക്ഷ നടപ്പിലാക്കുന്നു, നൽകുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ നൽകുന്നത് കാണാൻ കഴിയും. അൽ മഅറൂഫു ഇൻദ അഹ്ലിൽ ഇൽം അന്നഹു ബഅദ നുസൂലി തൗറാത്ത് ലം യുഹ്ലികില്ലാഹു മുകദ്ദിബി അൽ ഉമമി ബിഅദാബിൻ മിനസ് സമാഇ യഉമ്മുഹും. പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം തൗറാത്ത് ഇറങ്ങിയതിനു ശേഷം, മൂസാ നബിയുടെ വേദഗ്രന്ഥമാണ് തൗറാത്ത്, ആ തൗറാത്തിന് ശേഷം ഒരു നിലക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹീനെ, ആകാശലോകത്തു നിന്നുള്ള വഹീനെ നിഷേധിച്ച ഒരു കൂട്ടർക്കും അല്ലാഹു ഉപരിയിൽ നിന്നും ഒരു ശിക്ഷ ഇറക്കിയിട്ടില്ല. അവരെ മുഴുവനായി ബാധിക്കുന്ന രൂപത്തിൽ ഉപരിയിൽ നിന്നൊരു ശിക്ഷാ നടപടി ഉണ്ടായിട്ടില്ല റബ്ബിന്റെ പക്കൽ നിന്ന്. കമാ ഉഹ്ലിക ഖൗമു നൂഹ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചതുപോലെ, വആദുൻ വ സമൂദ്, ആദ് സമൂദ് ഗോത്രങ്ങൾ, സ്വാലിഹ് നബിയുടെ സമൂഹം ഒക്കെ ശിക്ഷിക്കപ്പെട്ടതുപോലെ, വഖൗമു ലൂത്ത്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വലിയ സമൂഹം നശിപ്പിക്കപ്പെട്ടതുപോലെ, വഫിർഔൻ വഗൈറുഹും, ഫിർഔനെ പോലെ അതുപോലെയുള്ള സമാനമായി പറയപ്പെട്ട ഒരുപാട് ആളുകൾ, നിഷേധികൾ, അവർക്കൊക്കെ അല്ലാഹു ഇറക്കിയതുപോലുള്ള ഒരു ശിക്ഷ. ബൽ അമറൽ മുഅ്മിനീന ബിജിഹാദിൽ കുഫാർ കമാ അമറ ബനി ഇസ്രായീല അലാ ലിസാനി മൂസ ബിഖിതാലിൽ ജബാബിറ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിന് അത്തരത്തിൽ ഒരു ഹർബിലേക്ക് ഒരുങ്ങി പുറപ്പെടാൻ അള്ളാഹു നിർദ്ദേശിച്ചിരുന്നു.
ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നേരെയുണ്ടാകുന്ന സത്യനിഷേധികളുടെ ആക്രമണത്തിൽ, അവരുടെ പോരാട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സഹായിച്ച് ആ പോരാട്ടത്തിലൂടെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നിഷേധികൾക്ക് അല്ലാഹുള്ള ശിക്ഷ വെച്ചത്. അവർക്കപ്പോൾ ആ പോരാട്ടത്തിൽ അല്ലാഹു ആ നിഷേധത്തിനുള്ള ശിക്ഷ നൽകിപ്പോന്നു എന്നുള്ളതാണ് പിന്നീട് ഉണ്ടായത് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയും അദ്ദേഹം ഒരു ആയത്തിന്റെ വിശദീകരണത്തിൽ ഇതേ കാര്യം പറയുന്നത് കാണാൻ കഴിയും. മിൻ ബഅദി മാ അഹ്ലക്നൽ ഖുറൂനൽ ഊല എന്ന ആയത്തിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് യഅനി അന്നഹു ബഅദ ഇൻസാലി തൗറാത്ത്, അഥവാ തൗറാത്ത് ഇറക്കപ്പെട്ടതിന് ശേഷം ലം യുഅദ്ദിബു ഉമ്മതൻ ബിആമ്മ, പൂർണ്ണമായ ഒരു സമൂഹത്തെ ഒന്നടങ്കം നിഷ്കാസനം ചെയ്യുന്ന ഒരു ശിക്ഷാ നടപടി അല്ലാഹു ഇറക്കിയിട്ടില്ല. ബൽ അമറൽ മുഅ്മിനീന യുഖാതിലു അഅദാ അല്ലാഹി മിനൽ മുശ്രിക്കീൻ, നേരെ മറിച്ച് വിശ്വാസികളോട് പോരാടുന്ന ഘട്ടത്തിൽ അതിനുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ സഹായിച്ചുകൊണ്ട് അവർക്ക് ആ സംഘട്ടനത്തിൽ നൽകി പോന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് എന്നാണ്. ഇനി ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ ഒരു ഹിക്മത്ത്, ഒരു യുക്തി അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ മിഫ്താഹു ദാരി സഅദ എന്ന ഗ്രന്ഥത്തിൽ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും. تأمل حكمته تعالى في عذاب الأمم السالفة بعذاب الاستئصال. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവികരായ സമൂഹത്തിന് നൽകിയ ശിക്ഷാ നടപടികൾ എങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ലിമാ കാനു അസ്വല അമാറൻ, അവരുടെ അല്ലാഹു നൽകിയ ആയുസ്സിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിവിശാലമായ ആയുസ് അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് കാണാൻ കഴിയുന്നതാണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തെ നൂഹ് നബി പ്രബോധനം നടത്തിയത് 950 പരം വർഷം പ്രബോധനം നടത്തിയിട്ടുണ്ട്, ദഅവത്ത് നടത്തിയിട്ടുണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. നൂഹ് നബി നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായി 950 വർഷം നൂഹ് നബി പ്രബോധനം നടത്തണമെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ചെറിയ കുട്ടിയായത് മുതൽ 950 വയസ്സിന് മുകളിൽ സ്വാഭാവികമായി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആയുസ് നൽകപ്പെട്ടിട്ടുണ്ടാണ്. ഈ ആയുസ് അവസാന തലമുറയായിക്കൊണ്ട് അള്ളാഹു ഇറക്കിയ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് ഹദീസിൽ കുറിക്കപ്പെട്ടത് എത്രയാണ്? 60-70കൾക്കിടയിലാണ്. ഈ ആയുസ് ശരാശരി ആയുർദൈർഘ്യത്തെ, ശരാശരി ആയുസ്സിനെ ഈ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പോലെ മുമ്പ് ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ ഉമ്മത്തിന്റെ ആയുസ്സുമായി തട്ടിച്ചു നോക്കുമ്പോൾ 10 ഇരട്ടിക്കും അപ്പുറത്ത്, അല്ലെ? 10 ഇരട്ടി പോലും ആയിരുന്നാൽ 600-700 വയസ്സുകളാണ്. 600-700 വയസ്സിനടുത്തേ എത്തുന്നുള്ളൂ എന്നുള്ള, അതിനേക്കാൾ കൂടുതൽ കാലം അവർ ജീവിച്ചു എന്നുള്ളത്. ഈ വസ്തുതയെ നിരത്തി വെച്ച് ചിന്തിക്കാൻ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ് അതിശക്തമായ കായബലം നൽകപ്പെട്ട, ശാരീരികമായ ആരോഗ്യ ദൃഢഗാത്രരായിരുന്നു അവർ. എന്നാലോ അവർ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ ധിക്കാരം പ്രവർത്തിച്ചിരുന്നവരാണ്. റുസുലിഹി, അള്ളാഹുവിന്റെ പ്രവാചകന്മാരോട് കടുത്ത ധിക്കാരമാണ് അവർ നടത്തിയിരുന്നത്. വിശ്വസിക്കാതിരിക്കുകയും അതിൽ അവർ അവിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നത് അവരുടെ അവിശ്വാസത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അത് വളരെ കടുത്തതായി കാണാൻ കഴിയും. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഫലമ്മാ തഖാസറത്തിൽ അഅ്മാർ, എന്നാൽ പിന്നീട് ഏറ്റവും ഒടുവിൽ കടന്നു വന്ന സമൂഹത്തിന്റെ ആയുസ് എടുത്തു നോക്കിയാൽ തഖാസറത്ത്, വളരെ നന്നേ ചുരുങ്ങിയ ആയുസ്സാണ് അവർക്ക് നൽകപ്പെട്ടത്. വഖഅഫത്തിൽ ഖുവ, വളരെ ദുർബലരായ, ശക്തിയില്ലാത്ത വളരെ ദുർബല വിഭാഗമാണ് പിന്നീട് ഉണ്ടായത്. റഫഅ അദാബുൽ ഇസ്തിസാൽ, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒന്നടങ്കം നശിപ്പിക്കുക എന്ന് പറയുന്ന ശിക്ഷാ നടപടി വാനലോകത്തിൽ നിന്ന് നിർത്തിവെക്കപ്പെട്ടു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹം മുതൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ആയുസ് കുറയപ്പെട്ട, നന്നേ ചുരുക്കം ആയുസ് നൽകപ്പെട്ട ഒരു സമൂഹമാണ് പിന്നീട് ഭൂമിയിൽ ജീവിച്ചു പോന്നിരിക്കുന്നത്. പിന്നീടുള്ള ആളുകൾക്ക്, ഉമ്മത്തികൾക്ക് ചുരുങ്ങിയ ആയുസ്സാണ് അതിന് മുമ്പുണ്ടായിരുന്ന ആളുകളെ തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മുതൽ, ആ ആയുസ് കുറഞ്ഞത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിൽ നിന്ന് അത്തരം നടപടി നിർത്തിവെച്ചു. വജഅല അദാബഹും ബിഐദിൽ മുഅ്മിനീൻ, മാത്രവുമല്ല വജഅല അദാബഹും ബിഐദിൽ മുഅ്മിനീൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ശിക്ഷാ നടപടി
വിശ്വാസികളുമായി സംഘട്ടനത്തിൽ അവർ ഏർപ്പെടുന്ന ഘട്ടത്തിൽ അള്ളാഹു വിശ്വാസികളെ സഹായിച്ചുകൊണ്ട് വിശ്വാസികളിലൂടെ അവർക്ക് ആ ശിക്ഷാ നടപടി, അവരുടെ ചെയ്തികൾക്ക്, അവരുടെ നിഷേധത്തിന് അള്ളാഹു നൽകി പോരുകയും ചെയ്തു. ഫകാനത്തിൽ ഹിക്മത്തു ഫീ കുല്ലി വാഹിദിൻ മിനൽ അംറൈൻ മാ ഇഖ്തലതുഹു ഫീ വഖതിഹി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നിഷേധത്തിന് അള്ളാഹു നൽകുന്ന അവസരത്തെ ഈ ശിക്ഷാ നടപടിയുമായി ബന്ധപ്പെടുത്തി അതിനുള്ള പൊരുത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല സമയോചിതമായി കൊണ്ട് അള്ളാഹു നൽകി എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിശാലമായ ആയുസ് നൽകപ്പെട്ടു. എന്നിട്ടും അവർ വിശ്വസിക്കാൻ അവർക്ക് അത്രയും അവസരം കൊടുത്തു. ഈ അവസാന കാലഘട്ടത്തിൽ വന്ന ഉമ്മത്തിന്റെ 10-20 ഇരട്ടി ആയുസ് അള്ളാഹു കൊടുത്തു. എന്നിട്ടും ചിന്തിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാതെ വന്നപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരമൊരു ശിക്ഷയിലേക്ക് ഒരുങ്ങിയിട്ടുള്ളത്. എന്നാൽ പിന്നീടുണ്ടായിരുന്ന സമൂഹം വളരെ നന്നേ ചുരുങ്ങിയ ആയുസ്സും നന്നേ ചുരുങ്ങിയ സമയവുമാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ആ ശിക്ഷാ നടപടി ഇവർക്ക് ബാധകമാക്കിയില്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നീതി വ്യക്തമാക്കുന്നു എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഇതായിരിക്കാം ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷാ നടപടി അവരുടെ ആയുസ്സുമായി കൊണ്ട് താദാത്മ്യപ്പെടുത്തുമ്പോൾ ആയുസ്സും അതുപോലെ നിഷേധവും അവസരങ്ങളും, ഈ അവസരങ്ങളും നിഷേധവും തമ്മിൽ ഉള്ള പൊരുത്തക്കേടുകൾക്കനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികൾ ഒഴിവാക്കി കൊടുത്തതും അള്ളാഹ് ശിക്ഷാ നടപടി സ്വീകരിച്ചതും കാണാൻ കഴിയും എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പോ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷാ നടപടി തൗറാത്തിന് ശേഷം ഇറക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് പിന്നീടുണ്ടായിരുന്ന പ്രബോധിത സമൂഹത്തിന്റെ ആയുസ് അള്ളാഹു പരിഗണിച്ചു എന്നുള്ളതാണ്. അവസരങ്ങൾ എത്ര കണ്ട് മുമ്പുള്ളവരെക്കാൾ ഉണ്ട് എന്നുള്ളത് മനുഷ്യരെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷാ നടപടി സ്വീകരിക്കുന്നത് എന്നുള്ള ഹിക്മത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇനി തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് ഒരു നിലവിളിയാണ്. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. ഖാലൂ, അവർ പറഞ്ഞു, അഥവാ അവിശ്വാസികൾ ശിക്ഷ ഇറങ്ങുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ, ഇന്നാ കുന്നാ ളാലിമീൻ, ഞങ്ങൾ അക്രമികളായിരിക്കുന്നു, ഞങ്ങൾ അക്രമം പ്രവർത്തിച്ചു. അപ്പൊ ബോധ്യപ്പെടാണ്. അപ്പോ ഒരു മനുഷ്യന് ബോധ്യപ്പെടാണ്. ആലോചിച്ചു, ശരിക്ക് ശിക്ഷ ഇങ്ങനെ വന്ന് ആ ശിക്ഷ അവർക്ക് ഉറപ്പാവുന്ന സമയത്ത് ഫിർഔനെ വിളിച്ചു പറഞ്ഞില്ലേ, 2 കടലുകൾ പിളർത്തി ആ ഇരു കടലുകൾക്കും ഇടയിലൂടെയാണ് ചെങ്കടലിൽ പിളർന്നുകൊണ്ട് കടന്നു പോകുന്ന മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്തുടരുന്ന ഘട്ടത്തിൽ പോലും ഈ കടൽ പിളർന്ന് സഹായം കിട്ടിയതിനെ കുറിച്ച് ഫിർഔൻ ചിന്തിച്ചില്ല. പക്ഷേ പിന്നീട് കടലിങ്ങനെ അടുത്തു തുടങ്ങുമ്പോൾ ഫിർഔൻ വിളിച്ചു പറഞ്ഞു, എന്ത്? ആമൻതു ബിറബ്ബി മൂസ വ ഹാറൂൻ, മൂസായുടെയും ഹാറൂന്റെയും രക്ഷിതാവിൽ ഇതാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ആ സമയം ഗർഗറത്തിന്റെ സമയമാണ്. മരണം ഇങ്ങനെ തൊണ്ടക്കുഴിയിൽ ഇങ്ങനെ എത്തി മുങ്ങിത്താവുന്ന സമയത്ത് ആ മുങ്ങലിനിടയിൽ വിളിച്ചു പറഞ്ഞ വാക്ക് ഖുർആൻ ഇന്നും വ്യക്തമായിക്കൊണ്ട് വിശ്വാസികൾ പാരായണം ചെയ്യുന്ന ഒരു രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അതൊരു നിസ്സഹായതയുടെ അവസ്ഥയാണ് അല്ലെ. കുടുങ്ങിപ്പോകുന്ന ഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞില്ലേ, മരണപ്പെടുന്ന ഘട്ടത്തിൽ വിശ്വാസി ഇങ്ങനെ പറയാൻ, ഒരു മനുഷ്യന് ഇങ്ങനെ പറയാൻ അയാളിങ്ങനെ വെമ്പുന്നാണ്, ഇത് ഇന്നയാൾക്ക് കൊടുക്ക്, ഇത് ഇന്നയാൾക്ക് കൊടുക്കുക. റസൂലുള്ളാഹി അങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാണിക്കണം. മരണപ്പെടുന്ന സക്കറാത്തിന്റെ ഹാലിൽ ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. എന്താ? ഇന്നത് ഇന്നയാൾക്ക് കൊടുക്കുക, ഇന്നത് ഇന്ന പാവപ്പെട്ട ആൾക്ക് കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ്. പക്ഷെ സാധിക്കുകയില്ല എന്നുള്ള അവിടെ 1-2 കാര്യങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതൊന്ന് റസൂലുള്ളാഹി ഈ ഹദീസിൽ സ്വതക്കയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരായത്തിൽ നമുക്ക് ഇത് സംബന്ധമായി മറ്റൊന്നും കൂടി കാണാൻ കഴിയും. റസൂലുള്ളാഹി പറഞ്ഞത് പിന്നെ ലൗലാ അഖർതനാ ഇലാ അജലിൻ ഖരീബ്, അടുത്തൊരു അവധി കൂടി അല്ലാഹുവേ ഒരു നിമിഷം കൂടി നീട്ടിയിട്ട് തന്നെങ്കിൽ ഫഅസ്സദ്ദഖ്, എന്തൊക്കെ കർമ്മങ്ങൾ ദുനിയാവിലുണ്ട്, പക്ഷെ ഒരു കർമ്മത്തെയും പറഞ്ഞില്ല. എനിക്കെന്ത് ചെയ്യണം? സ്വതക്ക നിർവഹിക്കാൻ എന്നാ പറഞ്ഞത്. സ്വതക്കയുടെ പ്രാധാന്യം വിശ്വാസി മരണത്തിന്റെ ഘട്ടത്തിൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കും എന്നുള്ളതാണ് അവിടെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത്. മരണപ്പെടുന്ന ഘട്ടത്തിൽ സ്വതക്കയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ആ സമയത്ത് സ്വതക്കയെ കുറിച്ച് പറയുന്നത് എന്ന്. അപ്പൊ മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ അന്ന് വരെ കൂട്ടിവെച്ചതൊക്കെ വിട്ടുകൊടുക്കാനാണ്. അതുവരെ അയാൾക്ക് ബോധം ഉണ്ടായില്ല, അതുവരെ അയാൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ നിസ്സഹായതയുടെ ഘട്ടത്തിൽ വിളിച്ചു പറയുന്ന വിളിയാളങ്ങൾ, ആ പറയുന്ന പറച്ചിലുകൾ, തൗബ, ഇതിനൊന്നും കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ
ഹദീസിൽ കാണാം, അന്ത്യനാളോടനുബന്ധിച്ച് പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കും, അതിനുശേഷം തൗബയില്ല. രണ്ടാമത്തെ ഒരു ഘട്ടം ഗർഗറത്തിന്റെ സമയത്താണ്. മരണം തൊണ്ടക്കുഴിയിലെത്തിയിട്ട് മരിക്കാൻ പോകുന്ന അയാൾക്ക് ഉറപ്പായി. അപ്പം ഞാൻ അയാൾ എന്ത് വിളിച്ചു പറഞ്ഞാലും തൗബക്ക് ഒരു പ്രസക്തിയില്ല. അതുവരെ അയാൾക്ക് സമയം ഉണ്ടായിരുന്നു തൗബ സ്വീകരിക്കാൻ. പക്ഷെ മരണം നേരിട്ട് അയാൾ ഉറപ്പിച്ചതിന് ശേഷം പിന്നീട് വിളിച്ചു പറയുന്ന പല ആളുകളുടെയും ആശ്വാസം അതല്ലേ അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പ് കിട്ടിക്കോളും, അസ്തഗ്ഫിറുല്ലാഹ് അപ്പ പറയാം എന്നുള്ളതാണ്. അതുവരെയും നീട്ടിവെക്കാൻ തസ്വീഫ് തൗബ, പശ്ചാത്താപത്തെ നീട്ടിവെച്ച് ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ പശ്ചാത്തപിക്കണം. അയാളുടെ ജീവിതത്തിൽ പിന്നെയും തെറ്റ് വരികയാണ്, പിന്നെയും പശ്ചാത്തപിക്കണം എന്നുള്ളതാണ്. തെറ്റ് പിന്നെയും വന്നാൽ പിന്നെയും പശ്ചാത്തപിക്കണം, അല്ലാതെ പശ്ചാത്താപം ഒരിക്കലും നീട്ടിവെച്ചുകൂടാണ്. അപ്പൊ ഇതൊക്കെയും ഒരു നിസ്സഹായതയുടെ വിളിയാളമാണ് ഈ ആയത്തിൽ പറയുന്നത്. ഖാലൂയ വൈലന, ഞങ്ങളുടെ നാശമേ. അപ്പൊ ആരായിരുന്നു ഈ ആളുകൾ? അത്ഭുതങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞു, തോട്ടങ്ങൾ കാണിച്ചു തരാൻ പറഞ്ഞ ആളുകൾ. വാനലോകത്തേക്ക് ഒരു ഏണി വെച്ച് തന്നാൽ അവിടെ പിന്നെ അള്ളാഹു ഇരിക്കുന്നുണ്ടോ എന്ന് ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ ആൾക്കാരാണ് അല്ലെ? ഞങ്ങൾക്ക് ഈ പിന്നെ ദുനിയാവിന്റെ പ്രസരിപ്പ് എന്നുണ്ടാവും, തുടിപ്പുകൾ എന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. പക്ഷേ ഖാലൂയ വൈലന, ഞങ്ങളുടെ നാശമേ. അതൊരു ബോധ്യപ്പെടലാണ്. അത് ആ ബോധ്യപ്പെടൽ വന്നിട്ട് പിന്നീട് എന്ത് വിളിച്ചു പറഞ്ഞാലും അതിൽ കാര്യമില്ല എന്നാണ്. ലഅല്ലി അഅമലു സ്വാലിഹ, മരണം ഭരിക്കുന്ന ഒരു സമയത്ത് ഒരാൾ പറയുന്നതാണ് ലഅല്ലി അഅമലു സ്വാലിഹ, പടച്ചോനെ എനിക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്, എനിക്ക് അമലു സ്വാലിഹത്ത് ചെയ്യണം പടച്ചോനെ എന്ന് പറയുന്ന. പക്ഷെ അള്ളാഹു പറയണപ്പോഴും ഈ അമലു സ്വാലിഹ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യും. ഈ അമലു സ്വാലിഹ വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് ചെയ്യൂ. ഇതൊക്കെ പടച്ചോൻ പറയണം. ഇപ്പൊ ഇതൊന്നും കേൾക്കാൻ സമയമില്ല, പക്ഷെ മരിക്കുന്ന സമയത്ത് അങ്ങോട്ട് പറയണം പടച്ചോനെ എനിക്ക് നന്മകൾ ചെയ്യണം. അതല്ലേ പടച്ചോൻ ഇപ്പൊ പറയണത്? ഈ അമലു സ്വാലിഹ, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യൂ, നിങ്ങൾ നന്മകൾ ചെയ്യുമെന്ന് പടച്ചോൻ ഇപ്പൊ പറയണം. ഈ സാധനം തിരിച്ച്, ഈ പറയപ്പെട്ട വാക്ക് തിരിച്ച് ഒരു മനുഷ്യൻ ആ ഘട്ടത്തിൽ പറയും എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു നിസ്സഹായതയുടെ വിളിയാളമാണ്. ആ നിസ്സഹായതയുടെ വാക്കിന് ഒരിക്കലും വിലയില്ല എന്നാണ്. അള്ള പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിടില്ല. അള്ളാഹുവിന്റെ പിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അങ്ങനെ മരണം ഇങ്ങനെ മുന്നിൽ കാണാൻ അതുവരെ താതോന്നിയായി ജീവിച്ച് ആ ലോറിയുടെ മുമ്പിൽ ഇങ്ങനെ പെടുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമോ ചെയ്തു കൂട്ടിയ കർമ്മങ്ങളും ഒക്കെ ഇങ്ങനെ കാണിരിക്കും. വണ്ടി ഇങ്ങനെ ഇടിക്കുന്നവർ 1, 2, 3, 4 സെക്കൻഡുകൾക്ക് മുമ്പിൽ അയാൾ ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് ഒന്നും തയ്യാറാക്കി വെച്ചില്ലല്ലോ എന്നുള്ളൊരു ചിത്രം അങ്ങനെ വരുമല്ലോ. ആ ബേജാറിലാണ് തീരുക. പക്ഷെ ആ ബേജാറിൽ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും മരിച്ചു എന്ന് അങ്ങോട്ട് ചിന്തിച്ചാലും ഒരു പ്രയോജനമില്ല. അതുവരെയായിരുന്നു സമയം. അപ്പൊ അയാൾ നേരിട്ട് കണ്ടു മരിക്കുകയാണെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു അല്ലെ? ICUലേക്ക് ഇങ്ങനെ അതിവേഗത്തിൽ ആംബുലൻസ് പോയാണ്. അപ്പൊ അയാൾക്ക് തന്നെ അറിയാം ഇത് കഴിയാനായിരിക്കുന്നു. മനുഷ്യൻ കിതച്ചു. ഇനി എനിക്ക് ആ ആംബുലൻസിന്റെ ചീറിപ്പാഞ്ഞ് പോക്കിൽ നിന്ന് അയാൾക്ക് മനസ്സിലായി ഇനി ഞാൻ ഉണ്ടാവില്ല. ആ ആശുപത്രി കിടക്കയിൽ കിടന്ന് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് അയാളിങ്ങനെ ചിന്തിക്കുകയാണ്. അയാളുടെ കുട്ടിക്കാലം മുതൽ ഇങ്ങനെ ചെയ്തു തീർത്തങ്ങനെ ഒരു 1 ലൈനായിട്ട് ഒരൊറ്റ സ്പോട്ടിൽ ഇങ്ങനെ മിന്നി മറിയാണ് ചെയ്തു കൂട്ടിയതൊക്കെ. സമയം കിട്ടിയില്ല. അപ്പോ അവസാന ഘട്ടത്തിലുള്ള വിളിച്ചു പറയില്ല. അതിനെക്കുറിച്ച് ഖുർആൻ എന്താ പറയുന്നത്? കല്ലായിന്നഹാ കലിമത്തുൻ. മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞത്, മരണപ്പെടുന്ന ഘട്ടത്തിൽ വിളിച്ചു പറയുന്ന വാക്ക് അതൊരു വെറുപ്പാക്കാണ്, അത് പരിഗണിക്കുകയില്ല എന്നാണ്. അതുപോലത്തെ ഒരു പ്രയോഗമാണ് ഇവിടെ കൊടുക്കുന്നത്. അതവരുടെ വിളിച്ചു പറയുന്ന നിലവിളിയായിക്കൊണ്ട് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ആ നിലവിളി അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. നാം അവരെ ആക്കുന്നത് വരെയും ആ നിലവിളി തുടരും. ഹസീദൻ ഖാമിദീൻ, കൊയ്തിട്ട പിന്നെ ചത്താറിയ നിലക്ക് കൊയ്തിട്ട നിലക്കുള്ള വിളകളെ പോലെ, വിളകൾ ഇങ്ങനെ കൊയ്തിങ്ങനെ നിരത്തിയിടുന്നത് പോലെ അവരിങ്ങനെ തുരുതുരയായി അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരായിട്ട് ഇങ്ങനെ കിടക്കുന്ന ഘട്ടം വരെയും അവരാ നിലവിളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും തിരിച്ചു മടങ്ങാനോ അവസരങ്ങളോ ഉണ്ടാവില്ല. അതുവരെ മാത്രമാണ് ലഭിച്ചത്. അള്ളാഹ് എത്രയും കാരുണ്യവാനാണ്, എത്രയും അവസരങ്ങൾ നൽകുന്നവനാണ്. പക്ഷെ പിടിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് തന്നെ റബ്ബിന്റെ മുമ്പിലേക്ക് വിളിച്ചു പറഞ്ഞാലും കരഞ്ഞു പറഞ്ഞാലും ഒരു നിലക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതിശക്തമായ ശിക്ഷ നൽകിയ സമൂഹമല്ലേ? അതിശക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രയോഗം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അരിഞ്ഞിടപ്പെട്ട പിന്നെ പാടങ്ങൾ കൊയ്തിടപ്പെട്ട വിളകളെ പോലെയാണ്. വിളകളൊക്കെ ഇങ്ങനെ ഭാഗമായിട്ട് ഇങ്ങനെ കൊയ്തിട്ട് ഇങ്ങനെ
നിരത്തി കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെ അള്ളാഹു ശിക്ഷിക്കും. അതാണ് ആ പറഞ്ഞത്. അതുപോലെ കിടക്കുന്നതാണ്, ചത്തൊടുങ്ങി കിടക്കുന്നതാണ്. അള്ളാന്റെ ശിക്ഷയുടെ ആ ഒരു റബ്ബ് നൽകുന്ന ആ ശിക്ഷയുടെ ആ ഗൗരവം ഒന്ന് ആലോചിച്ച് നോക്കൂ. സൂറത്ത് അൻകബൂത്തിൽ അള്ളാഹു ഒരു ആയത്ത് പറയുന്നത് കാണാൻ പറ്റും. അതിലെന്താ പറഞ്ഞത്? ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബൻ വമിൻഹും മൻ അഖദത്ഹു സ്വൈഹ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്. മുൻകാലക്കാരെ നശിപ്പിച്ച ഒരു ഘട്ടം ഇങ്ങനെ പറയാണ്. ഇതിൽ ഫകുല്ലൻ അഖദ്നാ ബിദംബി, ഓരോരുത്തരെയും അവരുടെ അവരുടെ ചെയ്തിക്കനുസരിച്ചുകൊണ്ട്, തെറ്റുകൾക്കനുസരിച്ചുകൊണ്ട് ശിക്ഷ നൽകി. ഫമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ അർസൽനാ അലൈഹി ഹാസിബൻ, ചരൽക്കാറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി ശിക്ഷിച്ച ആളുകൾ അവർക്കിടയിലുണ്ട്. ഫമിൻഹും മൻ അർസൽനാ, അതിൽ കാണാൻ കഴിയും ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തെ തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ച് മറിച്ച് ശിക്ഷിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ നിന്ന് ഒരു കോരിയിട്ട് ഇങ്ങനെ തിരിച്ചിങ്ങനെ മറിച്ചിട്ടതുപോലെയാണ് ആ ശിക്ഷ കിട്ടിയത് അവർക്ക്. ആ പ്രദേശത്ത് ഒരു ജീവൻ പോലും ബാക്കിയാവാത്ത നിലയിലാണ് ആ പ്രദേശത്തുള്ളത്. മുഴുവൻ ചാവുകടൽ അല്ലേ, ചാവുകടൽ ഇന്ന് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ പറയപ്പെട്ട തടാകത്തിൽ ഒരു നിലക്കും ഒരു ജീവന്റെ സാന്നിധ്യം പോലുമില്ല. അതിശക്തമായ ഉപ്പ് കൊണ്ട് നിറക്കപ്പെട്ടുള്ളത്. അവിടെയായിരുന്നു ആ സമൂഹം ഉണ്ടായിരുന്നു. ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്നതിന് മുമ്പ് അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന ചരൽക്കാറ്റായിരുന്നു. ആ ചരൽ വർഷങ്ങളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തെ, ആ സമൂഹത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു ശിക്ഷ നൽകിയവരുണ്ട്. വമിൻഹും മൻ അഖദത്ഹു സ്വൈഹ, അല്ലാഹു ഒരൊറ്റ ഘോര ശബ്ദങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച ചരിത്രമുണ്ട്. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ്, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ സമൂഹങ്ങളുണ്ട്. അല്ലാഹു ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ സമൂഹങ്ങളുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ, അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളപ്പൊക്കത്തിൽ, ജലപ്രളയത്തിൽ മുക്കി നശിപ്പിച്ചവരുണ്ട്. ഒക്കെ ഖുർആന്റെ ആയത്താണ്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അല്ലാഹു അവരോട് ഒരു അക്രമവും ചെയ്തിട്ടില്ല, പക്ഷേ അവർ തങ്ങളോട് ചെയ്ത അതിക്രമത്തിന്റെ ഫലമാണ് ആ കിട്ടിയത്. അത് അല്ലാഹു ചെയ്തതല്ല, അവർ തങ്ങൾക്ക് സ്വയമേ വരുത്തി വെച്ചതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോ പ്രവാചകന്മാരുടെ താക്കീത് സ്വീകരിക്കാതെ, പ്രവാചകന്മാരുടെ ഉപദേശം സ്വീകരിക്കാതെ, വിലവെക്കാതെ പരിഹാസവും ധിക്കാരവുമായി നടന്ന ആളുകൾക്കൊക്കെയും അള്ളാന്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഏതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷയായിക്കൊണ്ട് എടുക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അല്ലേ. അള്ളാഹ് ശിക്ഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞാൽ, അള്ളാഹു ഒരു സമയത്തിട്ട് പിടിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അത് വലിയ ഗൗരവല്ലേ. ആലോചിച്ചു ഹുയല, ഒരു മനുഷ്യൻ ബനൂ ഇസ്രായേൽ തന്റെ വസ്ത്രത്തിലും തന്റെ സമ്പത്തിലൊക്കെ അഹങ്കാരവുമായിട്ട് ഇങ്ങനെ നടന്നു എന്നാണ് റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ആഴ്ത്തിക്കളഞ്ഞു, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അഹങ്കാരത്തോടു കൂടി നടന്ന മനുഷ്യനാണ് അയാൾ. ഖിയാമം വരെ ആഴ്ന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു ഏത് തെറ്റിനാ പിടിക്കുക, ഏതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറക്കുക, അള്ളാന്റെ ശിക്ഷയിൽ പെടാതിരിക്കാനായിരിക്കണം എപ്പോഴും റബ്ബിന്റെ റഹ്മത്ത്, കാരുണ്യം. അതാണ് അള്ളാന്റെ റഹ്മത്ത് കിട്ടുക. ഒന്നാമത്തെ സുഫിൽ നിന്നാൽ കാരുണ്യം, പ്രത്യേകമായ കാരുണ്യം, അള്ളാഹുവിന്റെ കാരുണ്യം. അള്ളാഹ്ക്ക് നമ്മളെ കുറിച്ചിട്ട് കാരുണ്യം തോന്നണമെങ്കിൽ ആ കാരുണ്യത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം എന്നാണ്. വലതു സ്വഫിൽ തന്നെ നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അള്ളാന്റെ കാരുണ്യം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിരുന്നു. അതിൽ നമ്മൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ ശിക്ഷയിൽ വന്ന് വിട്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു രക്ഷപ്പെടലുണ്ടാവില്ല. ആലോചിക്കൂ, ഈ പ്രവാചകന്മാരുടെ താക്കീത് അവഗണിക്കുന്ന ഒരു സമൂഹം അന്നുണ്ട് അല്ലെ, എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. അത് മുമ്പ് മാത്രമല്ല. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യദ്ഹഖൂൻ, നിശ്ചയം അക്രമികൾ, കുറ്റം പ്രവർത്തിച്ച ആളുകൾ വിശ്വാസികളെ കുറിച്ച് അവർ ചിരിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. സത്യവിശ്വാസികളെ കുറിച്ചിട്ട് ഇവർ പൊട്ടന്മാരാന്ന് കരുതിയിട്ടാണ് ചിരിക്കുന്നത്. പള്ളിക്ക് പോകുന്ന കാണുമ്പോൾ, ഉറക്കം നഷ്ടപ്പെടുത്തി രാവിലെ എണീറ്റ് പോകുന്ന കാണുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താ വരുന്നത്? പൊട്ടന്മാർ. ചിരിച്ചുകൊണ്ടിരിക്കും. വഇദാ മർറൂ ബിഹിം യതഖാമസൂൻ, അവർ അരികിലൂടെ നടന്നു പോകുമ്പോൾ കണ്ണുകൾ കൊണ്ട് കളിയാക്കലുകൾ, ഗോഷ്ടി കാണിക്കലുകൾ ഉണ്ടായിരിക്കും. ഖുർആന്റെ ആയത്ത് ആലോചിക്കും, എത്ര കറക്റ്റാണെന്ന് ആലോചിക്കും. ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യൻ ഒരു കല്യാണപ്പുരയ്ക്ക് വന്നാൽ സ്വന്തം കുടുംബക്കാർ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ തന്നെയാണത്. ഇത് അങ്ങാടിയിലേക്കൊന്നും പോകണ്ട,
അവനാന്റെ കുടുംബത്തിൽ നമുക്ക് കാണാൻ കഴിയും. വൈദൻഖലബു ഇലാ അഹ്ലിഹിം ഖലബു ഫകിഹീൻ. അവർ സ്വന്തം അവരുടെ കൂട്ടുസെറ്റിലേക്ക്, അവരുടെ ഏറ്റവും സ്വന്തക്കാരിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അവർ സംതൃപ്തരായിക്കൊണ്ട് അവർ രസിച്ചുകൊണ്ടിരിക്കും എന്ന് ഖുർആൻ പറയാം. വിശ്വാസികളെ കണ്ടാൽ അവർ പറയും, പിഴച്ച, ഒരു ഗതിയില്ലാത്ത, എന്ത് കാര്യം ഉണ്ടായിട്ടാണ് ഇങ്ങനെ പറഞ്ഞ് കളിയാക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ്. ഇനി അള്ളാഹു പറയാണ്, ഇനി പറയണം, എന്നാൽ ഖിയാമത്ത് നാളിൽ ഇന്നേ ദിവസം പരലോകം ആഗതമായ ഖിയാമത്തിന്റെ ദിവസം വിശ്വാസികളിതാ അവിശ്വാസികളെ നോക്കി ഇങ്ങനെ തിരിച്ചു ചിരിക്കുന്നു. അവിശ്വാസികൾ കാണുമ്പോൾ വിശ്വാസികൾ ഇങ്ങനെ ചിരിക്കുകയാണ്. എന്താണ് ആ ചിരിയുടെ അർത്ഥം? അന്ന് ഞങ്ങൾ ചെയ്തത്, അന്ന് ഞങ്ങൾ ഈ കഷ്ടപ്പെട്ടത് എന്താ വെറുതെ ആണെന്നാണോ നിങ്ങൾ കരുതിയത്? ഞങ്ങൾ വെറുതെ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അടക്കി വെച്ച് ദീനിയായി ജീവിച്ചത് വെറുതെയാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? ഇതാണ്, ഈ ദിവസത്തിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരുന്നത് എന്നാണ്. ഈ ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ആലോചിക്കൂ. അലൽ അറായികി യൻദുറൂൻ. അവർ സോഫകളിൽ, അലങ്കൃതമായ സോഫകളിൽ നിന്ന് അവർ ചാരിയിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, പരസ്പരം നോക്കിക്കൊണ്ടിരിക്കും. ഹൽ സുബ്ബിബൽ കുഫാറു മാ കാനൂ യഫ്അലൂൻ. അന്ന് അവിശ്വാസികളുടെ അവിശ്വാസത്തിന് പ്രതിഫലം നൽകപ്പെട്ടുവോ? ഇതൊക്കെ വിശ്വസിക്കാത്ത മനുഷ്യന്മാരുണ്ടല്ലോ ദുനിയാവിൽ ജീവിച്ചത്. മഹാഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ്. ഖലീലൻ മാ തശ്കുറൂൻ. കുറച്ചേ അങ്ങനത്തെ നന്മ ചെയ്യുന്ന വിശ്വസിക്കുന്ന ആളുകൾ ഈ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നത് വലിയൊരു തൗഫീഖാണ്. ഇതൊക്കെ ഒരു മനുഷ്യന് വെറുതെ ഇതൊക്കെ തട്ടിക്കൂട്ടാൻ തോന്നിയാൽ തോന്നാം ഒരു മനുഷ്യൻ, പക്ഷെ തോന്നിക്കഴിഞ്ഞാൽ അവിടെ ഹിദായത്ത് നഷ്ടപ്പെടുന്നുള്ളതാണ്. ഇതൊക്കെ വെറുതെ മരിച്ച് ഇനി ഒരു ജീവിതമല്ല എന്ന് ഒരാൾ കണ്ട് തോന്നിക്കഴിഞ്ഞാൽ, ഇനി ഒരു ജീവിതമല്ല എന്ന് ഒരാൾ ചിന്തിക്കുകയാണ്. അങ്ങനെ ഒരാളും ഇല്ല, അതൊക്കെ ഇങ്ങനെയോ പരസ്പരം കൂടിച്ചേർന്ന് ഇങ്ങനെയൊക്കെയോ ഉണ്ടായി എന്നൊരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ദുനിയാവിനൊരു അർത്ഥമില്ല. എത്ര മനുഷ്യന്മാർ മരിച്ചുപോയി, കവളപ്പാറ ദുരന്തം നടക്കുമ്പോഴും പിന്നെ അവിടെ ഇവിടെ ഇടിഞ്ഞു പോകുമ്പോഴും എവിടെയായിരുന്നു പിന്നെ നിങ്ങളുടെ ദൈവം അല്ലെ? ഇന്നുകൂടി ഞാനൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ താഴെ അതിന്റെ കമന്റ് ബോക്സിൽ സോഷ്യൽ മീഡിയയിൽ എഴുതപ്പെട്ടിരിക്കുന്നത്, അതിന് 256 ലൈക്ക് കൊടുത്തതിലധികം പേരും പിന്നെ വിവിധ മതങ്ങളിലുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതിൽ വിശ്വാസികളും മുസ്ലിങ്ങളും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതിൽ മുസ്ലിങ്ങളും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ വിശ്വസിക്കാത്തവന്, ഇതൊന്നുമില്ല എന്ന് ചിന്തിക്കുന്നവന് അങ്ങനെ ചിന്തിക്കാമെന്നാണ്. പക്ഷേ ഫൽയൗമല്ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ. ഈ അവിശ്വാസികളെ നോക്കി പുഞ്ചിരിക്കുന്ന ഒരു ദിവസം അല്ലെ? ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മളൊരു ക്യാപ്ഷൻ കൊടുത്തതാണ് അല്ലെ? മരിച്ചു കിടക്കുന്ന ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾ ചിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ഏതാണ് ആ ദിവസം? അത് ഖിയാമത്തിന്റെ ദിവസമാണ്. ഇതിനൊക്കെയും തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യലുകളുമായിക്കൊണ്ട്, നടപടികളുമായിക്കൊണ്ട് ഈ ഭൂമി ലോകത്ത് അല്ലാഹു സംവിധാനിക്കുന്ന ന്യായവിധി നാളിന്റെ ദിവസമാണ്. ആ ന്യായം ഇവിടെ പുലരുമെന്നുള്ളതാണ്. അല്ലാഹുവിന്റെ അർശ് ചുമന്നുകൊണ്ട് മലായികത്തുകൾ വന്ന് സ്വഫ് കെട്ടി നിന്ന് കർമ്മരേഖകൾ നിരത്തപ്പെട്ട് ഓരോ മനുഷ്യരും മുട്ടുകുത്തിയ നിലയിൽ റബ്ബിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ നിരത്തി നിർത്തപ്പെട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽ അവസാനം പറന്നു വീണ മുഴുവൻ മനുഷ്യരും ഹാജരിൽ ഒഴിവില്ലാതെ എല്ലാ മനുഷ്യരും റബ്ബിന്റെ സന്നിധിയിൽ ഒഴിഞ്ഞു പോകാതെ കർമ്മരേഖകൾ നിരത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ന്യായവിധി നാളിന്റെ ദിവസം ഒരാൾക്കും ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. അന്ന് അവിശ്വാസികൾ ഈ കളിയാക്കിയ ആളുകളെ കുറിച്ച്, ഈ കണ്ണുകൊണ്ട് ഗോഷ്ഠി കാണിച്ച ആളുകളെ കുറിച്ച്, മതത്തെക്കുറിച്ചിട്ട് പൊട്ടന്മാരാണ് എന്ന് പറഞ്ഞ, മതമനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിവരം കെട്ട ആളുകളാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകളെ തിരിച്ചു നോക്കി അവരുടെ മുഖത്ത് നോക്കി ചിരിക്കുന്ന ഒരു ദിവസം വിശ്വാസികൾക്ക് വരാനുണ്ട് എന്ന് അള്ളാഹു ഇപ്പോഴേ പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും പ്രവാചകന്മാരുടെയും താക്കീതുകളെ വില കൊള്ളണം, ചെവി കൊള്ളണം. അതൊരു പക്ഷെ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷയായിക്കൊണ്ട് ജീവിതത്തിൽ ബാധിച്ചേക്കാം എന്ന വലിയ പാഠങ്ങളാണ് ഈ ആയത്തുകളൊക്കെയും നമുക്ക് പറഞ്ഞു തരുന്നത്. തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു ക്ലാസ്സിൽ അതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിയായ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതൊക്കെ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഖുർആനിന്റെ വാഹകരായി, ഖുർആനിന്റെ അഹലുകാരായിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ കൊണ്ട് ജയിക്കുന്ന, ഖുർആനെ ഗണിക്കുന്ന, ഖുർആനെ വിഗണിക്കാത്ത, ഖുർആനെ അഗണ്യകോടിയിലേക്ക് വലിച്ചെറിഞ്ഞിട്ടില്ല എന്ന് റബ്ബിന്റെ മുമ്പിൽ ഖുർആന്റെ ആളുകളായി കൊണ്ട് ചെന്നു നിൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.